ഈ മുസ്ലിം ഉമ്മത്തിന്റെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അറിയാം. എന്താണ് ഞങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാണ് വരട്ടാൻ ശ്രമിക്കുന്നത്? ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ്, മറ്റൊരു ഭാഗത്ത് പൗരത്വ ബില്ല്, ഇവിടെ വഖഫ് ബില്ല്, ഇവിടെ SIR. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗം അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ, ഇവിടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോ, ഇവിടെയാണോ നിങ്ങൾ ആദർശം പറയുന്നത്? പഴഞ്ചന്മാരെ, നിങ്ങൾ തറാവീഹിന്റെ എണ്ണം പറയുക, നിങ്ങൾ ഖുതുബയുടെ ഭാഷ പറയുക, നിങ്ങൾ തവസ്സുലും ഇസ്തിഗാസയും നബിദിനാഘോഷവും ഖബറാരാധനയും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ഈ ഉമ്മത്തിനെ ആത്മീയതയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുതന്ത്രകാരികളോട് ഞങ്ങൾ കണക്ക് നിരത്തി പറയാം. ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 20ഓളം കേസുകളാണ് ഈ ഉമ്മത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. വഹാബികളെ വെല്ലുവിളിക്കുന്നു, മൗദൂദികളെ വെല്ലുവിളിക്കുന്നു. ഈ ഉമ്മത്തിന്റെ കാവൽ ഭടന്മാരാണെന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് കണക്ക് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ നീതിപീഠത്തിൽ ഈ സമുദായത്തിനും രാജ്യത്തിനും ന്യൂനപക്ഷത്തിനും വേണ്ടി, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി 20ഓളം കേസുകളാണ് സമസ്ത കൈകാര്യം ചെയ്യുന്നത്. പൗരത്വ ബില്ലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിലില്ലേ? ഏക സിവിൽ കോഡിൽ സമസ്ത സുപ്രീം കോർട്ടിലില്ലേ? ബാബരി മസ്ജിദിന്റെ വിഷയത്തിലില്ലേ? ഇവിടുത്തെ ഓരോ തരത്തിലുള്ള കുതന്ത്രങ്ങൾ വന്നപ്പോ, മുസ്ലിങ്ങളുടെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കേസിൽ, മുത്തലാഖുമായി ബന്ധപ്പെട്ട കേസിൽ, ഹിജാബുമായി ബന്ധപ്പെട്ട കേസിൽ, JJ ആക്ടുമായി, ജുവൈനൽ ജസ്റ്റിസ് ആക്ടുമായി ബന്ധപ്പെട്ട കേസിൽ, പല കേസുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അനുകൂലമായ ഇടക്കാല വിധികൾ കിട്ടി. നിങ്ങൾ അറിയുമോ? ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിലേക്ക് ബംഗാളിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടേക്ക് പഠിക്കാൻ കുഞ്ഞുമക്കൾ വന്നപ്പോ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ദാറുൽ ഹുദ തയ്യാറായിരുന്നു, നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ തയ്യാറായിരുന്നു, നമ്മുടെ ജൂനിയർ കോളേജുകൾ തയ്യാറായിരുന്നു, നമ്മുടെ യതീം ഖാനകൾ തയ്യാറായിരുന്നു. ഒലവക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു നേരത്തെ പട്ടിണിക്ക് ആ പശി അടക്കാൻ കഷ്ടപ്പെട്ടു വരുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇവിടെ സമദാനി സാഹിബുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാമല്ലോ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ കഥകൾ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കള്, അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനും മക്കളെ രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡിഗ്രിയും PGയും വാങ്ങാം, നിങ്ങൾക്ക് അധ്യാപകരാവാം, നിങ്ങൾക്ക് ഉന്നതമായ പണ്ഡിതന്മാരാവാം, ഇവിടെ വന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്നപ്പോ, ആ കുഞ്ഞുമക്കളെ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോയി ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞ് ജുവൈനൽ ഹോമിലേക്ക്, ജയിലറയിലേക്ക് ആ കുഞ്ഞുമക്കളെ കൊണ്ടുപോയി. രക്ഷിതാക്കളെ കൊണ്ടുവന്ന അധ്യാപകരെ ജയിലിൽ അടച്ചു. എന്നിട്ട് എന്തുണ്ടായി? ആ ഒരു നിയമത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ വേട്ടയാടിയില്ലേ? അവരെ അവിടുത്തെ പാടത്തേക്ക്, വരമ്പത്തേക്ക് തിരിച്ചയച്ചു. ആ മക്കളെ ഇവിടെ അവരെ മാനസികമായി ആ വേദന, പീഡനം അനുഭവിച്ചിട്ട് അവിടെയുള്ള വ്യവസായശാലകളിലേക്ക് ബാലവേലക്ക് ആ മക്കളെ പിന്നെയും പറഞ്ഞയച്ചു. വിദ്യാഭ്യാസം നിഷേധിച്ചു. JJ ആക്ടിൽ സമസ്ത പോരാടി. ഇപ്പോഴോ അൽഹംദുലില്ലാ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളെ, അറബിക് കോളേജുകളെ ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി ഒഴിവാക്കി. ഇന്ന് കേരളത്തിൽ പല സ്ഥാപനങ്ങളിൽ അതിന്റെ റെക്കോർഡുകളും നിയമങ്ങളും ഒക്കെ രേഖാമൂലം കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഇടപെടലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 3 ആഴ്ച മുമ്പ് സുപ്രീം കോർട്ടിൽ ഒരു പരാതി വന്നു, ഒരു കേസ് വന്നു. എന്താ കേസ്? ത്വലാഖ് തന്നെ നിരോധിക്കണം. മുത്തലാഖ് മാത്രമല്ല, നേരത്തെ മുത്തലാഖിന്റെ പേരിൽ ചെറുപ്പക്കാരെ ജയിലിലടക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായപ്പോ സമസ്തയുടെ കേസിൽ സുപ്രീം കോടതി ഇടപെട്ടു. വ്യാപകമായി ജയിലിലടക്കുന്ന ആ ദുരവസ്ഥയിൽ നിന്ന് ഇവിടത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മോചനമുണ്ടായി. ആരാധനാലയ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കീഴ്ക്കോടതികളോട് പറഞ്ഞു, പുതിയ സർവേകൾ നടത്തരുത്. സമസ്തയുടെ കേസായിരുന്നു. ഇപ്പൊ വന്നത് ത്വലാഖ് തന്നെ നിരോധിക്കണം. അതെന്തിനു വേണ്ടി? ശരീഅത്തിനോടുള്ള വിരോധം, മുസ്ലിങ്ങളോടുള്ള വിരോധം. ഇത് പറയുമ്പോൾ തോന്നും നമ്മൾ ത്വലാഖിന്റെ ആളുകളാണ് എന്ന്. അബ്ഗദുൽ ഹലാൽ, ഹലാലായ അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പടച്ച റബ്ബിന് ഏറ്റവും കോപമുള്ളതാണ് ത്വലാഖ് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വലാഖുകൾ നടക്കരുത്, വിവാഹമോചനങ്ങൾ നടക്കരുത്. അത് വ്യാപകമായി നടക്കുന്നുമില്ലല്ലോ. കേരളത്തിന്റെ കഥ മാത്രം നമുക്ക് പറയാം. കേരളക്കരയിൽ ഈ സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ നീതിയോടുകൂടെ ഒരു അന്വേഷണം നടത്തിയാൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടാകും.
ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കുറവ് വിവാഹമോചനം നടക്കുന്നത് ഈ ഉമ്മത്തിലാണ് എന്നത് ആരെങ്കിലും നീതിയോടുകൂടെ പഠനം നടത്താൻ തയ്യാറാവണം. ത്വലാഖും മുത്തലാഖും കേട്ട് ചില ആളുകളുടെ ധാരണ പലരും പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ 5 വഖത്ത് നിസ്കരിക്കുന്നത് പോലെ 5 നേരം ത്വലാഖ് ചൊല്ലി നടക്കുന്നവരാണ്, അത് അവരുടെ ഏർപ്പാടാണ് എന്നാണ്. അതിനു വേണ്ടിയല്ല. മഹല്ല് ഭാരവാഹികൾക്കറിയാം, ഖത്തീബമാർക്കറിയാം, നമ്മുടെ ഉമറാക്കൾക്കറിയാം, പലപ്പോഴും പെണ്ണിന്റെ അവകാശമായി വരും ത്വലാഖ്. പല സ്ത്രീകളും ഭാര്യമാരും കമ്മിറ്റികളെ സമീപിക്കും, എന്റെ ഭർത്താവ് മക്കളെ നോക്കുന്നില്ല, ഒരു നീതിയും നൽകുന്നില്ല, ഭക്ഷണം നൽകുന്നില്ല, പീഡനമാണ്, അതുകൊണ്ട് ആ ഭർത്താവിൽ നിന്ന് ത്വലാഖ് വാങ്ങിത്തരണം, വിവാഹമോചനം നേടിത്തരണം. പെണ്ണിന്റെ അവകാശമായിരിക്കും ആ പെണ്ണിന് മറ്റൊരു വിവാഹവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ. അതിനെ അനുവദിക്കാൻ പലപ്പോഴും പെണ്ണിന്റെ അവകാശം പോലുമായി മാറുന്ന ഈ ത്വലാഖ് നിരോധിക്കണമെന്ന് 3 ആഴ്ച മുമ്പ് സുപ്രീം കോടതിയിൽ വന്നപ്പോ 2 പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത്. അത് ഒന്ന് ഈ കൊച്ചു കേരളത്തിൽ ചേളാരിയിലും കോഴിക്കോട്ടും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. മറ്റൊന്ന് ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡായിരുന്നു. ഈ സമസ്തയെ കുറിച്ച് നിങ്ങൾ പറയാ ഉമ്മത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രവും ചുമരെഴുത്തും അറിയാത്തവരെന്ന്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, സമസ്തക്കാർക്കറിയാം, ഈ ഉസ്താദുമാർക്കറിയാം. അതിനെതിരെയുള്ള അവകാശ പോരാട്ടങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതികൾ കണ്ട് കേരളക്കരയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ കൗതുകത്തോടുകൂടെ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിക്കുന്നത് എന്ന്. ഏത് കാലഘട്ടത്തിനനുസരിച്ച് സമസ്ത ഈ ഉമ്മത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഉമ്മത്തിന്റെ ചിത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള പുരോഗമന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ 1926 മുതൽ ഈ 2025 വരെ ഒരു അണുവിട വ്യതിചലിക്കാതെ, 1 ഇഞ്ച് പുറകോട്ട് പോകാതെ ഒരു നിലപാട് സമസ്തക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരാണ് ആദർശ വിശുദ്ധി എന്നത്. ബിദ്അത്തുകാരോട് കോംപ്രമൈസ് ഇല്ല, കള്ളത്തരീഖത്തുകാരോട് കോംപ്രമൈസ് ഇല്ല. ഈ സമുദായത്തെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അവരുടെ കുതന്ത്രങ്ങൾക്ക് മനസ്സു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ ഉറച്ച നിലപാട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ആട്ടും തൂപ്പും കേൾക്കേണ്ടി വന്നാലും, പഴഞ്ചന്മാരെന്ന് ആക്ഷേപിച്ചാലും, ഈ ഉമ്മത്തിനെ, ഈ കാണുന്ന ജനസഞ്ചയത്തെ ഇനി ഇൻഷാ അല്ലാഹ് കാസർകോട്ടെ കുണിയയിലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ജനലക്ഷങ്ങളെ സുന്നികളാക്കി, പാരമ്പര്യവാദികളാക്കി നിലനിർത്താൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേട്ടം. നിങ്ങൾ പറയുന്നില്ലേ വഹാബികളെ, ഞങ്ങൾ ചൊല്ലുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹദ്ദാദിനെ കുറിച്ച്, ഹദ്ദാദ് റാത്തീബ് മേഡ് ഇൻ യമൻ, ഞങ്ങൾ പാടുന്ന ബുറുദയെ കുറിച്ച് അത് മേഡ് ഇൻ ഈജിപ്ത്, ഞങ്ങൾ ഓതുന്ന മങ്കൂസ് മൗലിദിനെ കുറിച്ച് അത് മേഡ് ഇൻ പൊന്നാനി, ഞങ്ങൾ ചൊല്ലുന്ന മജ്ലിസുൻ നൂറിനെ കുറിച്ച് അത് മേഡ് ഇൻ പാണക്കാട് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നവരെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ മജ്ലിസുൻ നൂർ നടത്തും, ഞങ്ങൾ ഹദ്ദാദ് ചൊല്ലും, ഞങ്ങൾ മൗലിദ് ഓതും, ഞങ്ങൾ ബുറുദ പാടും, ഞങ്ങൾ ഖത്മുൽ ഖുർആനുകൾ തീർക്കും, ഞങ്ങൾ യാസീൻ ഓതും, ഞങ്ങൾ അൽ ഫാത്തിഹ വിളിക്കും. ഇതിനാണ് ലക്ഷക്കണക്കിന് ആളുകൾ കാസർകോട്ടേക്ക് വരുന്നത്. കോടികൾ ചെലവഴിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത് ദൂർത്തല്ലേ എന്നാണ് ചില ആളുകളുടെ ചോദ്യം. ഈ ഉമ്മത്താണ് ഈ സമ്മേളനത്തിന് പണം ചെലവഴിക്കുന്നത്, ഈ സമുദായമാണ് നൽകുന്നത്. 33,313 ക്യാമ്പ് അംഗങ്ങൾ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. കേരളം കണ്ട ഏറ്റവും വലിയ ക്യാമ്പ് അല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്യാമ്പ് റെക്കോർഡായിരിക്കും. അല്ലെങ്കിൽ ഈ റെക്കോർഡിനെ മറികടക്കാൻ ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ട് മറ്റുള്ളവർ തയ്യാറാവാൻ അതിന് നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് വിനയത്തോടെ ചോദിക്കുകയാണ്, വെല്ലുവിളിയല്ല. എന്തിനായി ആളുകൾ ഒരുമിച്ച് കൂടുന്നത്? 33,313 യാസീനോദാൻ, 33,313 ഖത്മുകൾ തീർക്കാൻ, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഹദ്ദാദ് ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, സുന്നത്തുകൾ നിസ്കരിക്കാൻ, കൂട്ടപ്രാർത്ഥനകൾ നടത്താൻ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ എന്തിനാണ് സമ്മേളനത്തിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ, ഈമാനുള്ളവർ പറയാറുണ്ട്,
യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ ഞങ്ങൾ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ജമാഅത്തായി മഗ്രിബ് നിസ്കരിക്കുമ്പോ അതിലൊരു മഅ്മൂമാവാനാ ഞങ്ങൾ പോകുന്നത്. അവിടെ അടിയങ്ങളെ കാക്കണേ, അടിയങ്ങളോട് പൊറുക്കണേ, അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ പോകുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ആരാണത്? മഹാന്മാരായ തങ്ങന്മാർ, പതിനായിരക്കണക്കിന് സാദാത്തുക്കൾ, പതിനായിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ, പതിനായിരക്കണക്കിന് ഹാഫിളീങ്ങൾ, പതിനായിരക്കണക്കിന് യതീമുകളായ മക്കൾ, ഒരുപാട് ലക്ഷങ്ങളായ മഹാപണ്ഡിതന്മാർ, ആബിദീങ്ങൾ, നിഷ്കളങ്കരായ ഉമറാക്കൾ, സ്വാലിഹീങ്ങൾ, ദുആക്കുത്തരം കിട്ടുന്നവർ, അവരൊക്കെ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുമ്പോ, സയ്യിദുൽ ഉലമ ദുആ ചെയ്യുമ്പോ, തങ്ങന്മാര് സാദാത്തുക്കൾ ദുആ ചെയ്യുമ്പോ, ഔലിയാക്കൾ ദുആ ചെയ്യുമ്പോ, മഹാന്മാരായ ഉലമാ ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാൻ അതിന് ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിച്ചാലും ഈ ഉമ്മത്തിന് അതിൽ അഭിമാന ബോധമാണുള്ളത്. ചില കുതന്ത്രക്കാരുടെ ചോദ്യമുണ്ട്, കോടികൾ ചെലവഴിച്ച് സമ്മേളനം നടത്തുക, ആ കോടികൾ ഉണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിക്കൂടെ? കോടികൾ കൊടുത്ത് സമ്മേളനം നടത്തുക, ആ കോടികൾ ഉണ്ടെങ്കിൽ വലിയ അറബി കോളേജ് കെട്ടിക്കൂടെ? കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക, പകരം പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചു വിട്ടൂടെ? രോഗികളെ സഹായിച്ചൂടെ? ഇത് കഴിഞ്ഞ 2-ാം കൊല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ മീലാദ് വന്നപ്പോ ഇവിടെ വഹാബികളും മൗദൂദികളും പടച്ചുവിട്ട ഒരു ഓലപ്പാമ്പുണ്ടായിരുന്നു. വയനാട് ദുരന്തമാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം നബിദിനാഘോഷമില്ല. ആ പണം മുഴുവനും വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കുറെ നിഷ്കളങ്കരായ ചെറുപ്പക്കാര് അത് ശരിയാണ് എന്ന് കരുതി ഷെയർ ചെയ്തു. കാരുണ്യത്തിന്റെ പ്രവാഹം ഒഴുക്കണം വയനാട്ടിലേക്ക്. ഇത് കണ്ടപ്പോ ഇത് വഹാബികളുടെ, അതോടൊപ്പം തന്നെ മൗദൂദികളുടെ, അർദ്ധവഹാബികളുടെ, മുക്കാൽ മൗദൂദികളുടെ കുതന്ത്രമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ സയ്യിദുൽ ഉലമ ഇടപെട്ടു. സയ്യിദുൽ ഉലമ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെക്കാൾ നബിദിനവും മൗലിദും ഈ വർഷം മനോഹരമാക്കണം. മൗലിദോദി വയനാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ പിരിവിനേക്കാൾ ഏറ്റവും കൂടുതൽ പിരിവെടുത്ത് വയനാട്ടുകാരെ സഹായിക്കുകയും വേണം. ചരിത്രത്തിൽ ഓരോ മഹല്ല് ജമാഅത്തുകളിലും ഏറ്റവും വലിയ റെക്കോർഡ് പിരിവ് നടന്നു. എന്തിനു വേണ്ടി? വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി. ഓരോ കൊല്ലത്തെക്കാൾ നബിദിനാഘോഷം ഗംഭീരമായി നടക്കുകയും ചെയ്തു. നബിദിനാഘോഷം വേണ്ട, അത് മിഠായി കൊടുത്ത് കഴിച്ചാൽ മതി. ബാക്കിയുള്ള പണം കൊണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്താം, അറബി കോളേജ് കെട്ടാ, കുട്ടികളെ കെട്ടിക്ക, അതോടൊപ്പം തന്നെ രോഗികളെ സഹായിക്ക എന്ന് പറയുന്ന കുതന്ത്രശാലികളെ, നിങ്ങളുടെ കുതന്ത്രങ്ങൾ സുന്നികളുടെ ആത്മീയതയുടെ മുന്നിൽ വിലപ്പോകില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഓരോ കൊല്ലവും നബിദിനാഘോഷം മനോഹരമായി നടക്കും. ഇവിടെ മൗലിദോതും, ഇവിടെ ഹദ്ദാദ് ചൊല്ലും, ഇവിടെ എല്ലാ പുണ്യകർമ്മങ്ങളും നടക്കും. ഈ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി തഹിയ ആപ്പ് പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടി? അടുത്ത 100 കൊല്ലത്തിൽ ജീവിക്കുന്ന ഈ ഉമ്മത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ, ആത്മീയത നിലനിർത്താൻ, നമ്മുടെ സുന്നി പാരമ്പര്യം നിലനിർത്താൻ, നമ്മുടെ മദ്ഹബ് നിലനിർത്താൻ. ശാഫിഈ മദ്ഹബും അല്ലെങ്കിൽ 4-ാലൊരു മദ്ഹബ്, അശ്അരി തരീഖത്ത് വിശ്വാസപരമായി, അല്ലെങ്കിൽ അശ്അരി മാതുരീദി 2-ാലൊന്ന്, ഇതല്ലേ സമസ്തയുടെ വഴി? ഇതിവിടെ നിലനിൽക്കണം. കാലം എത്ര പുരോഗമിച്ചാലും, റോബോട്ടിക് യുഗം വന്നാലും, AI ടെക്നോളജി വന്നാലും, ഇൻഫർമേഷൻ ടെക്നോളജി വന്നാലും, നമ്മുടെ ഈ കുടിയയിൽ നടക്കുന്ന എക്സ്പോ, ഇന്റർനാഷണൽ ഗ്ലോബൽ എക്സ്പോ, അതിന്റെ പ്രവർത്തകർ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അവരൊരു കാര്യത്തിന്റെ പ്രൊജക്റ്റുമായി തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് വിജയിച്ചാൽ ഇൻഷാ അല്ലാഹ് അവിടെ പ്രദർശിപ്പിക്കാമെന്ന്. പക്ഷേ അത് വിജയിച്ചാലും ഇല്ലെങ്കിലും, പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും, സമസ്തയുടെ മക്കൾ കൗതുകത്തോടുകൂടെ കണ്ട ഒരു കാഴ്ചപ്പാട്, ഞങ്ങൾ ഒരു റോബോട്ടിന്റെ പണിപ്പുരയിലാണ്. ആ റോബോട്ടിന് ഫത്ഹുൽ മുഈനിൽ വന്ന എല്ലാ മസ്അലകളും ഉസ്താദുമാരുടെ അനുമതിയോടുകൂടെ അതിൽ ഫീഡ് ചെയ്യുകയാണ്, അതിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ഏതൊരു മസ്അല റോബോട്ടിനോട് ചോദിച്ചാൽ ഫത്ഹുൽ മുഈൻ അടിസ്ഥാനപ്പെടുത്തി റോബോട്ട് മറുപടി പറയും. അതിന്റെ പണിപ്പുരയിലാണ് ഞങ്ങളെന്ന് സമസ്തയുടെ വളർന്നു വരുന്ന തലമുറ പറയുമ്പോ ഈ ഉമ്മത്തിന് പ്രതീക്ഷയുണ്ട്. AI ടെക്നോളജിയും റോബോട്ടിക് യുഗവും വന്നാലും ഇവിടെ ഫത്ഹുൽ മുഈൻ സുന്നി നിലനിർത്താനുള്ള ആൺകുട്ടികൾ പള്ളി ദർസുകളിലൂടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ വളർന്നു വരുന്നുണ്ട്. ബഹിരാകാശത്ത് മനുഷ്യൻ താമസം തുടങ്ങിയാലും അവിടെയും ഹദ്ദാദ് ചൊല്ലാൻ, അവിടെയും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ആത്മീയതയുള്ള സുന്നികളെ അടുത്ത തലമുറയിലും നിലനിർത്താനാണ്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പടാപ്പാട് പെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടപ്പൻ ഇസ്ലാം പറയാനല്ല. അത് മനസ്സിലാക്കണം. ഇവിടെ പല ആളുടെ അസ്വസ്ഥത എന്താണ്? വഹാബികളെ പറയരുത്, മൗദൂദികളെ പറയരുത്, അവരുടെ ആദർശ വ്യതിയാനം മിണ്ടരുത്, അങ്ങനെ തൽപര കക്ഷികളെ കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞ് ഇവിടെ ഉമ്മത്തിയത്ത് വാദം ഇപ്പൊ നമ്മൾ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിലൊക്കെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് നമ്മുടെ നിലപാടെന്താ? ശംസുൽ ഉലമയുടെ നിലപാട് ശരീഅത്ത് സംരക്ഷണ കാലഘട്ടത്തിൽ നമുക്കറിയാം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചപ്പോ എല്ലാ സംഘടനകളും അവരോടൊപ്പം നിൽക്കാൻ ആ കാലഘട്ടം മുതലേ നമ്മൾ തയ്യാറായിട്ടുണ്ട്. പൊതുവിഷയങ്ങളിൽ മാത്രം ആദർശം അടിയറവ് വെച്ചുകൊണ്ടല്ല, സുന്നത്ത് ജമാഅത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ടല്ല, ശരീഅത്തുമായി ബന്ധപ്പെട്ട് അന്നത്തെ വിവാദം നമുക്കറിയാമല്ലോ. സമദാനി സാഹിബ് അന്നൊക്കെ ശംസുൽ ഉലമയുടെ കൂടെ 85 കാലഘട്ടങ്ങളിൽ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ നിലപാട് എന്താണ്? പൊതുവിഷയങ്ങളിൽ മാത്രം, അല്ലാതെ ഇവരുടെ മുന്നിൽ സുന്നത്ത് ജമാഅത്ത് പണയപ്പെടുത്തിക്കൊണ്ടല്ല. ഈ പുതിയ പ്രവണത, സുന്നത്ത് ജമാഅത്ത് പറയരുത് എന്ന പുതിയ പ്രവണത, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, സമസ്തക്കാര് തയ്യാറല്ല. അതാണ് വിഷയം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ഇസ്ലാം പരിചയപ്പെടുത്താൻ ആളുകൾ വരുന്നു. ഞാനതാ പറഞ്ഞത്, കരുണക്കടലായ മുത്തുനബി അള്ളാന്റെ റസൂലാ പറഞ്ഞത് 73 വിഭാഗമായാൽ 72 വിഭാഗവും കൊല്ലുഹും ഫിന്നാർ എന്നാണ്. ഒരു ശങ്കക്കടയില്ലാത്ത അവർ നരകാവകാശികളാണ്. എന്താണ് ആ വർത്തമാനം? ആരാ ഇത് പറയുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ, എല്ലാവരോടും കാരുണ്യം മാത്രം പറഞ്ഞ മുത്തുനബിയാണ് പറയുന്നത്. ഈ ഉമ്മത്തിലെ 72 വിഭാഗവും നരകാവകാശികളാണ് എന്ന്. നമ്മൾ നരകത്തിലേക്ക് പോകാൻ പാടുണ്ടോ? മരിച്ചു പോയാൽ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ, സ്വർഗ്ഗത്തിലേക്ക് പോകണം. ആരാണവർ? മാ അന അലൈഹി വ സ്വഹാബി, അവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. മുത്തുനബിയുടെ സുന്നത്തും മഹാന്മാരായ സ്വഹാബത്തിന്റെ ജമാഅത്തും പാരമ്പര്യമായി നിലനിർത്തി വരുന്ന ആളുകൾ അവരല്ലേ നമ്മൾ? അവരല്ലേ സുന്നികൾ? ഇവിടുത്തെ വഹാബികളോ സ്വഹാബത്തിനെ വലിച്ചെറിഞ്ഞവരല്ലേ? പച്ചയായി അവരെഴുതി, മുജാഹിദ് സമ്മേളന സുവനീറിൽ എഴുതി, സ്വഹാബത്തിന്റെ വീക്ഷണങ്ങളെ, നിലപാടുകളെ നമുക്ക് വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ട്. ഒരു കൂസലുമില്ലാതെ എങ്ങനെയാണ് അങ്ങനെ എഴുതാൻ കഴിയുക? സ്വഹാബത്തിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന്. അസ്വഹാബി കന്നുജൂം, നക്ഷത്ര തുല്യരായ മുത്തുനബിയുടെ സ്വഹാബത്ത്, അതിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും ഒരാളെ അതിൽ നിന്ന് തള്ളാൻ ഈമാനുള്ള ഒരാൾക്ക് കഴിയുമോ? മൗദൂദികൾ സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? മൗദൂദികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ IPH ഇന്നും വിറ്റഴിക്കുന്ന പുസ്തകങ്ങളിൽ സ്വഹാബിമാരെ അവഹേളിച്ചിട്ടില്ലേ, നിന്ദിച്ചിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാ അന അലൈഹി വ സ്വഹാബി എന്ന വഴിയിൽ നിലനിൽക്കാനായി സാധിക്കുക? നിങ്ങൾ പറയും പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരാ. ഏതാ ഖുർആനും സുന്നത്ത്? ഖുർആൻ, പിന്നെ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഒരു ഖുർആൻ പരിഭാഷ, ഏതാനും ഹദീസുകളുടെ പരിഭാഷ, അത് മുറുകെ പിടിച്ച് ഞങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചു എന്ന് പറയുന്നവരോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഇമാം മുസ്ലിം തങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? സുഹാഉ സിത്തയുടെ 6 ഇമാമുകളെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ വാദത്തിന് പറയും സ്വഹീഹുൽ ബുഖാരി അംഗീകരിച്ചു, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. കാരണം ഇവിടുത്തെ വഹാബികളുടെ വിസ്ഡം വിഭാഗം ആരോപിക്കുന്നത് KNM-കാരും അതേപോലെ മർക്കസ് ദഅവക്കാരും 3000-ഓളം ഹദീസുകൾ തള്ളിക്കളഞ്ഞവരാണ് എന്നാണ്. അവരംഗീകരിക്കുന്ന സ്വഹീഹായ ഹദീസുകൾ. എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി പച്ചയായി പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിലെ 60 ഹദീസ് ഞാൻ ലഈഫാക്കി, ഞാൻ വെട്ടിക്കളഞ്ഞു എന്ന്. എങ്ങനെയാണ് ധൈര്യം വരിക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 16 കൊല്ലത്തെ കഠിനാധ്വാനം കൊണ്ട് 6 ലക്ഷം ഹദീസുകൾ പഠിച്ച് അതിൽ നിന്ന് 7000-ൽ ചില്ലറ ഹദീസുകൾ അങ്ങേയറ്റം ആയിരക്കണക്കിന് മഹാപണ്ഡിതന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ച് അവരിൽ നിന്ന് പഠനം നടത്തി ഓരോ ഹദീസ് തന്റെ സ്വഹീഹിലേക്ക് ചേർക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച്, ഇങ്ങനെ ഒരു പരിശ്രമം ലോക ചരിത്രത്തിൽ നടന്നിട്ടില്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഒരു ഹദീസ് തള്ളാൻ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുക? അതുപോലും തള്ളിയ വഹാബികളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മഹാന്മാരുടെ, മുഹദ്ദിസീങ്ങളുടെ, മുഫസ്സിരീങ്ങളുടെ പിന്മുറക്കാർ നിങ്ങളാണെന്ന് പറയാൻ കഴിയുക? ഇമാം ബുഖാരി തങ്ങൾക്ക് മദ്ഹബ് ഉണ്ടായിരുന്നു, ഇമാം മുസ്ലിം തങ്ങൾക്ക് മദ്ഹബ് ഉണ്ടായിരുന്നു, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം അബൂ ദാവൂദ് മദ്ഹബ് തഖ്ലീദ് ചെയ്ത ആളുകളായിരുന്നു. നിങ്ങൾ ഈ ഇമാമുകൾ അംഗീകരിക്കൂല. കാരണം അംഗീകരിച്ചാൽ നിങ്ങൾക്ക് മദ്ഹബ് അംഗീകരിക്കേണ്ടി വരും. അതാ വിഷയം. നിങ്ങൾ ഇമാം ബുഖാരി തങ്ങളുടെ ഒറ്റ കിതാബ് മാത്രം അംഗീകരിക്കുന്നു പോരാ.
ഇമാം ബുഖാരി തങ്ങൾക്ക് 20-ലധികം കിതാബുകൾ വേറെയുമുണ്ട്. ഇമാം മുസ്ലിം തങ്ങൾക്ക് വേറെ കിതാബുകളുണ്ട്. ഇമാം തുർമുദി തങ്ങൾക്ക് ഓരോ മുഹദ്ദിസിനും വേറെ കിതാബുകളുണ്ട്. നിങ്ങൾ അംഗീകരിക്കുമോ? അതൊക്കെ നിങ്ങൾ വലിച്ചെറിയും. ഇമാം തുർമുദി തങ്ങളുടെ സുനനിൻ കുറച്ചൊക്കെ നിങ്ങൾ അംഗീകരിക്കും. ശമായിലു തുർമുദി അത് ഞങ്ങൾക്ക് വേണ്ട. ഇതല്ല നിങ്ങളുടെ നിലപാട്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങൾ ഖുർആനും സുന്നത്തും എന്ന് പറയുക. സ്വഹീഹുൽ ബുഖാരി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഫത്ഹുൽ ബാരി നോക്കണ്ടേ? ആരാ എഴുതിയത്? ഫത്ഹുൽ ബാരി ശാഫിഈ മദ്ഹബുകാരനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിം മനസ്സിലാക്കണമെങ്കിൽ ശറഹ് മുസ്ലിം നോക്കണ്ടേ? ഇമാം നവവി തങ്ങളുടെ. ആരാണ് ശാഫിഈ മദ്ഹബുകാരൻ? ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനാണ്. അതോടൊപ്പം അഖീദയിൽ അശ്അരി വഴിയിലുള്ളയാളാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇബ്നു അദുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, 10,000-കണക്കിന് ലോക ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ ഈ ഇമാമുകളൊക്കെ മദ്ഹബ് സ്വീകരിച്ചവരാ. കർമ്മപരമായും വിശ്വാസപരമായും അവരൊക്കെ സുന്നികളാണ്. അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവർ സമസ്തയെ അംഗീകരിക്കുന്നവരായിരിക്കും. അതാണ് സുന്നി നേതാക്കളുടെ പാരമ്പര്യം. ഇങ്ങനെ ഒരു ഇമാമിന്, ഇങ്ങനെ ഇമാമുകളുടെ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലാത്ത വരണ്ടുപോയ, എല്ലാവരോടും വെറുപ്പുള്ള ഒരു പുതിയ മതവിശ്വാസവുമായി വന്നവരല്ലേ ബിദ്അത്തുകാര്? ഞാൻ വികാരം കൊണ്ട് പറയുകയല്ല, വിനയത്തോടുകൂടെ ചോദിക്കുകയാണ്. ഒരാൾ വഹാബിയായാൽ മൗദൂദിയായാൽ എന്താണ് അവന്റെ ഒരടയാളം? എന്റെ ശബ്ദം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന വഹാബികളോട് മൗദൂദികളോട് ചോദിക്കട്ടെ, ഈ തലപ്പാവ് കാണുമ്പോ, ഈ തൊപ്പികൾ കാണുമ്പോ നിങ്ങൾക്ക് വെറുപ്പല്ലേ? പണ്ഡിതന്മാരെ കാണുമ്പോ നിങ്ങൾക്ക് അലർജി അല്ലേ? ഈ തങ്ങന്മാരെ കാണുമ്പോ, അവരുടെ കറുത്ത തൊപ്പികൾ കാണുമ്പോ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പകയല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ തങ്ങന്മാര് തന്നെ ഇല്ല എന്ന് പറഞ്ഞത്? കർബലയോടുകൂടെ മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങന്മാർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കുടുംബ ബന്ധമില്ല എന്ന് പറഞ്ഞത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വഹാബി മൗലവിയല്ലേ? പഴയ ഒരു മൗദൂദിസ്റ്റാണ് പറഞ്ഞത്. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പരപ്പനങ്ങാടി കടപ്പുറത്ത് പൂക്കോയത്തങ്ങളും ശിഹാബ് തങ്ങളും ചെയ്ത ഒരു സുന്നി ആചാരം പഴം മന്ത്രിച്ച് ദുആ ചെയ്ത് കടലിലേക്ക് എറിയാൻ പോയപ്പോ ഓ അബ്ദുള്ളയാണ് വിളിച്ചു പറഞ്ഞത് മുനവ്വർ അലി തങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണമെന്ന്. സുഹൈർ ചുങ്കത്തറ എന്ന മൗലവിയാണ് പറഞ്ഞത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കളിയാക്കിയത്. ഒരറ്റത്ത് സയ്യിദ്, മറ്റൊരറ്റത്ത് തങ്ങൾ. അവരുടെ മാതാപിതാക്കൾ ഇട്ടുകൊടുത്ത പേരല്ല. കളിയാക്കി സുഹൈർ മൗലവി. ശ്രീ 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 രവിശങ്കറെ പോലെ, മാതാ അമൃതാനന്ദമയ്യെ പോലെ തങ്ങളെ കളിയാക്കാൻ മറ്റു മതാചാര്യന്മാരെ പോലും കളിയാക്കിയ സുഹൈർ മൗലവി എന്ന വഹാബിയോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നോട്ടീസിൽ കാണാറുണ്ട് സുഹൈർ മൗലവി എന്ന്. മൗലവി നിങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ പേരാണോ? നിങ്ങളെ ക്ഷണിക്കാറുണ്ട് മൗലവി എന്ന്. നിങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ പേരാണോ? മാന്യമായി പറയട്ടെ, ഞങ്ങളുടെ തങ്ങന്മാരെ ഞങ്ങൾ തങ്ങളെ എന്ന് വിളിക്കും, ഞങ്ങൾ സയ്യിദേ എന്ന് വിളിക്കും, ഞങ്ങൾ അവരുടെ കൈമുത്തും, ഞങ്ങൾ അവരുടെ ചരട് വാങ്ങും, ഞങ്ങൾ അവർ നൽകുന്ന ഉറുക്ക് സൂക്ഷിക്കും. തങ്ങന്മാർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഈ ആത്മീയമായ ശാന്തിയുടെ വഴികളാണ്. അത് തകർക്കാൻ പാണക്കാട്ടെ തങ്ങന്മാരുടെ, മറ്റുള്ള സാദാത്തുക്കളുടെ ഈ ആത്മീയതയുടെ ഈ വഴികളെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയ വഹാബികളെ, മൗദൂദികളെ നിങ്ങളെ കൂച്ചുവിലങ്ങിടാനാണ് ഈ പ്രയാണവുമായി സയ്യിദുൽ ഉലമ കടന്നു വരുന്നത്. നിങ്ങൾ അറിയോ, തമിഴ്നാട്ടിൽ തങ്ങന്മാരില്ലേ? യുപിയിൽ തങ്ങന്മാരില്ലേ? ഗുജറാത്തിൽ തങ്ങന്മാരില്ലേ? പല ആളുകൾക്കും അവർക്ക് ഞങ്ങൾ തങ്ങന്മാരാണ് എന്നെ അറിയൂല. എന്തേ കാരണം? കേരളത്തിലെ തങ്ങന്മാർ, 40-ലധികം കബീലകളിലെ തങ്ങന്മാർ, ഈ സദസ്സിൽ പല പ്രമുഖരായ തങ്ങന്മാരുണ്ട്, ഈ മജ്ലിസിലുണ്ട്. ഈ തങ്ങന്മാർ യമനിൽ നിന്ന് കടന്നു വന്നപ്പോ, ബുഖാറയിൽ നിന്ന് കടന്നു വന്നപ്പോ, ഇന്തോനേഷ്യയിൽ നിന്ന് കടന്നു വന്നപ്പോ, മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കടന്നു വന്നപ്പോ ആ തങ്ങന്മാരെ കൈനീട്ടി സ്വീകരിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയുടെ മുൻഗാമികളായ സുന്നികൾ, സുന്നി പണ്ഡിതന്മാർ, മഖ്ദൂമി പണ്ഡിതന്മാർ. അതല്ലേ ഇവിടുത്തെ വഴി? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പുതിയ കാലഘട്ടത്തിൽ തങ്ങന്മാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കാൻ, തങ്ങന്മാരുണ്ട് എന്ന് പറയാൻ, തങ്ങന്മാരില്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി പറയാൻ, അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുകയല്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല.
10,000-ത്തിലധികം വരുന്ന മഹല്ല് ജമാഅത്തുകൾ കേരളക്കരയിലുണ്ട്. 1400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ, 1300, 1200, 1000-ത്തിലധികം അല്ലെങ്കിൽ 800, 700 കൊല്ലം പഴക്കമുള്ള പള്ളികളിൽ ഇപ്പോഴും ഞങ്ങൾ അറബിയിൽ ഖുത്ബ ഓതുന്നു, തറാവീ 20 റകഅത്ത് നിസ്കരിക്കുന്നു. ഒരു പെണ്ണിനെയും പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. ഖബറുകൾ ഖത്തപ്പുര കെട്ടുന്നു, തൽഖീൻ ഓതുന്നു, മൗലിദ് ഓതുന്നു, ഹദ്ദാദ് ചൊല്ലുന്നു, നബിദിനം നടത്തുന്നു. നിങ്ങൾ ഏതെങ്കിലും അങ്ങാടിയിൽ അറബി പണം കൊണ്ട്, അവരെ പറ്റിച്ചു കൊണ്ടുവന്ന പണം കൊണ്ട് പള്ളി ഉണ്ടാക്കി ഇസ്ലാമിക വിരുദ്ധമായി മലയാളത്തിൽ ഖുത്ബ നടത്തി പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ദീനിന്റെ പാരമ്പര്യം തകർത്തപ്പോ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് വഴിയൊരുക്കി തന്നിട്ടില്ല. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉള്ള കാലത്തോളം ഒരു കുതന്ത്രകാരിയെയും ഞങ്ങൾ അനുവദിക്കില്ല. പുതിയ തലമുറയിലും സമസ്ത എന്ന വികാരം, സുന്നി എന്ന വികാരം ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഉദയാസ്തമനത്തിന്റെ കന്യാകുമാരിയിൽ നിന്ന് അനന്തപുരിയും മറ്റുള്ള ദക്ഷിണ ജില്ലകളും പിന്നിട്ട് മലബാറിലേക്ക്, മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് സയ്യിദുൽ ഉലമ കടന്നു വരുമ്പോ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. നാനാജാതി മതവിഭാഗക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, സാഹിത്യകാരന്മാർ സയ്യിദുൽ ഉലമയെ കേൾക്കുകയാണ്, സയ്യിദുൽ ഉലമയെ കൗതുകത്തോട് വീക്ഷിക്കുകയാണ്. എവിടെയും സയ്യിദുൽ ഉലമയുടെ മനോഹാരിത, ആ പുഞ്ചിരി, സയ്യിദുൽ ഉലമയുടെ നിലപാട്, സയ്യിദുൽ ഉലമയുടെ ആശയം, ആദർശം അത് നിലനിൽക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ശൈഖുനാ ശംസുൽ ഉലമ വെട്ടിത്തെളിച്ച താരരാജ വഴിയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഉമ്മത്തിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 100 കൊല്ലം കഴിയുമ്പോഴും സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങളെ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ, വാളക്കുളം അബ്ദുൽ ബാരി തങ്ങളെ, ഖുത്ബി തങ്ങളെ ഒരു പോറലുമില്ലാതെ സയ്യിദുൽ ഉലമയുടെ, സമസ്തയുടെ മുശാവറ അംഗങ്ങളുടെ കരങ്ങളിൽ സുന്നത്ത് ജമാഅത്തും സമസ്തയുടെ പാരമ്പര്യവും ഭദ്രമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി സയ്യിദുൽ ഉലമ ഇങ്ങോട്ട് കടന്നു വരാനിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.